വയനാട് പോളിംഗ് ബൂത്തിൽ 14,71,742 വോട്ടർമാരാണ് ജില്ലയിലുള്ളത്. പ്രചാരണത്തിൽ മേൽക്കൈ നേടാനായത് ഗുണം ചെയ്യുമെന്നാണ് NDA ക്യാമ്പിന്റെ വിലയിരുത്തൽ. അതേസമയം കിറ്റ് വിവാദമാണ് കോൺഗ്രസ് ക്യാമ്പിനെ ആശങ്കയിലാഴ്ത്തുന്നത്. ചേലക്കരയിലും വോട്ടെടുപ്പിന്റെ ദിവസമാണ്. NDA സ്ഥാനാർത്ഥി നേരത്തെ വോട്ടിട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ വോട്ടിട്ടിട്ടില്ല, വോട്ടിടാനെത്തിയിട്ടേ ഉള്ളൂ. വിവരങ്ങളുമായി അർജുൻ PS ഒപ്പം ചേരും. ആനന്ദ് പുതൂരുമുണ്ട്. ആനന്ദ് പുതൂരിലേക്ക് ആദ്യം പോകാം. ആനന്ദ്, ആദ്യം തന്നെ വോട്ടിടാൻ എത്തി നിൽക്കുന്നു ചേലക്കരയിലെ NDA സ്ഥാനാർത്ഥി. തിരക്കുണ്ടോ? തീർച്ചയായിട്ടും കൃഷ്ണരാജ്, ഒന്നാമത് വോട്ടിട്ട് ഒന്നാമതായി മാറാനാണ് എന്തായാലും കെ ബാലകൃഷ്ണൻ എത്തിയിരിക്കുന്നത് എന്നാണ് ഇവിടുത്തെ BJPയുടെ പ്രവർത്തകർ പറയുന്നത്. രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് ഈ ബൂത്തുകളിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ കെ ബാലകൃഷ്ണൻ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ളത് GHHS പാമ്പാടി സ്കൂളിലെ 116ാമത് ബൂത്തിലാണ്. രാവിലെ മുതൽ തന്നെ വലിയ തിരക്ക് ഈ 3 ബൂത്തുകളിൽ, അതായത് ഈ സ്കൂളിൽ 3 ബൂത്തുകളാണുള്ളത്. ഈ 3 ബൂത്തുകളിലും വലിയ ജനത്തിരക്ക് തന്നെയാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത്. അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് കെ ബാലകൃഷ്ണൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത് ഇത്തവണ ഞങ്ങൾ ജയിച്ചിരിക്കും, 10,000-ത്തിലധികം വോട്ടിന്റെ ലീഡിൽ ജയിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസം തന്നെയാണ് കെ ബാലകൃഷ്ണൻ പൊതുവെ പങ്കുവച്ചിട്ടുള്ളത്. മണ്ഡലത്തിലെ വികസന മുരടിപ്പ് തന്നെയാണ് പ്രധാനമായും ചർച്ചയാക്കിയിട്ടുള്ളത്. അതിനൊരു പരിഹാരം എന്തായാലും ഉണ്ടായിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയും ബാലകൃഷ്ണൻ പങ്കുവച്ചിട്ടുണ്ട്. എന്തായാലും ഈ ചേലക്കര മണ്ഡലത്തിൽ 9 പഞ്ചായത്തുകളിലായി ഏതാണ്ട് 150ഓളം ബൂത്തുകളാണ് ഉള്ളത്. ഇതിൽ വോട്ടർമാരുടെ കണക്കെടുക്കുകയാണെങ്കിൽ 2,13,103 വോട്ടർമാരാണ് ഉള്ളത്. 1,01,903 പുരുഷ വോട്ടർമാരും 1,11,197 സ്ത്രീ വോട്ടർമാരാണുള്ളത്. ഇത്തവണ 10,143 പുതിയ വോട്ടർമാരാണ് മണ്ഡലത്തിൽ ചേർത്തിട്ടുള്ളത്. നേരത്തെ BJPയുടെ തുടർച്ചയായിട്ടുള്ള BJP പറഞ്ഞു വരുന്ന ഏതാണ്ട് 7,000-ലധികം വോട്ടുകൾ BJP നേരിട്ട് ചേർത്തിട്ടുള്ളതാണ്. ആ വോട്ടുകളിൽ ഭൂരിഭാഗവും തങ്ങൾക്ക് തന്നെയാണെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് BJP ഉള്ളത്. എന്തായാലും ഈ വയസ്സ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ 40 മുതൽ 49 വയസ്സ് വരെയാണ് ഏറ്റവും കൂടുതൽ വോട്ടർമാർ മണ്ഡലത്തിലുള്ളത്. 45,951 വോട്ടർമാരാണ് 40-നും 50-നും ഉള്ളവർ ഈ മണ്ഡലത്തിലുള്ളത്. ഏറ്റവും കുറവ് വോട്ടർമാർ ഉള്ളത് 100-നും 110 വയസ്സിനും ഇടയിലാണ്. 15 വോട്ടർമാർ ഉണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി വളരെ എടുത്തു പറയേണ്ടതുണ്ട്. 100 വയസ്സിനും 110 വയസ്സിനും ഇടയിലുള്ള 15 വോട്ടർമാർ ഈ മണ്ഡലത്തിലുണ്ട്. ഇതുവരെ ഹോം വോട്ടിംഗ് സംവിധാനം വഴി ഏതാണ്ട് 1,375ഓളം ആളുകളാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം, പ്രായമായവരും ഭിന്നശേഷി ബന്ധപ്പെട്ടുകൂടി 40%-ലധികം ഭിന്നശേഷി ഉള്ള ആളുകളാണ് അത്തരത്തിൽ ഹോം വോട്ട് ചെയ്തിട്ടുള്ളത്. ഇതിൽ 925 പേർ 87 വയസ്സിന് മുകളിലുള്ളവർ വോട്ട് ചെയ്തപ്പോൾ 40%-ലധികം ഭിന്നശേഷിയുള്ള 450ഓളം ആളുകൾ ഹോം വോട്ടിംഗ് സംവിധാനം വഴി വോട്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനകം തന്നെ കെ ബാലകൃഷ്ണൻ വോട്ട് രേഖപ്പെടുത്തും. അദ്ദേഹം വരിയിൽ നിൽക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. രാവിലെ 7 മണി മുതൽ തന്നെ തൊട്ട് ആരംഭിക്കുന്ന വോട്ടിംഗ് 6 മണി വരെ നീളും. അതിനുശേഷവും വോട്ടിംഗ്, അതായത് ക്യൂ നിൽക്കുന്ന ആളുകൾ നീളുകയാണെങ്കിൽ തീർച്ചയായിട്ടും വോട്ടിംഗ് അതിനുശേഷം ഒരു സാധ്യത. 7 മണിക്ക് വോട്ടിംഗ് ആരംഭിക്കണം. പക്ഷേ ഇപ്പോൾ 7 ആകുന്നു. ഒന്നാമത് വോട്ട് ചെയ്യാൻ അവിടെ നിൽക്കുന്നതേ ഉള്ളൂ NDA സ്ഥാനാർത്ഥി. എന്തുകൊണ്ട് വൈകുന്നു എന്നറിയാം? എന്തായാലും ഏതാണ്ട് മോക്ക് പോളിംഗ് എല്ലാം ഏതാണ്ട് 90%-ലധികം പൂർത്തിയായതാണ്. ഇപ്പോൾ തന്നെ ആരംഭിക്കും എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. അതിന്റെ അവസാനഘട്ട ഒരുക്കങ്ങളിലാണ്. 100% പൂർണ്ണ കൃത്യത വരുത്തിയതിനു ശേഷം വോട്ടിംഗ് ആരംഭിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഇവിടുത്തെ പോളിംഗ് ഉദ്യോഗസ്ഥർ. എന്തായാലും അല്പസമയത്തിനകം തന്നെ അത് ആരംഭിക്കും. മിനിറ്റുകൾക്കകം തന്നെ കെ ബാലകൃഷ്ണൻ വോട്ട് ചെയ്യും. എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറായിട്ടുണ്ട് എന്ന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും കളക്ടറും കഴിഞ്ഞ ദിവസം അറിയിച്ചത്. അതായത് റിസർവ് ഉൾപ്പെടെ ഏതാണ്ട് 216 ബാലറ്റ് കൺട്രോൾ യൂണിറ്റുകളും 234 VVPAT യന്ത്രങ്ങളും ചേലക്കര മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനായി സജ്ജമാക്കിയിട്ടുണ്ട്. മാത്രമല്ല ഏതാണ്ട് 14ഓളം പ്രശ്നബാധിത ബൂത്തുകളാണ് ഇവിടെ ചേലക്കര മണ്ഡലത്തിൽ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്. ഇവിടെയെല്ലാം മൈക്രോ ഒബ്സർവർമാരുടെ സാന്നിധ്യം ഉണ്ടായിരിക്കും. മാത്രമല്ല സുരക്ഷയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 600-ലേറെ പോലീസ് ഉദ്യോഗസ്ഥരെ ചേലക്കര മണ്ഡലത്തിൽ വിവിധയിടങ്ങളിലായി വിന്യസിച്ചിട്ടുണ്ട്. ഒരു കമ്പനി കേന്ദ്രസേനയെയും വിന്യസിക്കും. ഈ പ്രശ്നബാധിത ബൂത്തുകളിലായിരിക്കും കേന്ദ്രസേന കൂടുതൽ ഊന്നൽ നൽകുന്നത്. 5 ബൂത്തുകളാണ് മാതൃകാ പോളിംഗ് ബൂത്തുകളായി ചേലക്കര മണ്ഡലത്തിലുള്ളത്. എല്ലാ ബൂത്തുകളിലും സാധാരണ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് പോലെ തന്നെ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഉണ്ടായിരിക്കും. ഒരു വോട്ടർ വോട്ട് ചെയ്തു തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നവരെയുള്ള എല്ലാ ദൃശ്യങ്ങളും ഈ വെബ് വഴി പകർത്തും. അത് സൂക്ഷിക്കുകയും ചെയ്യും. വോട്ടെടുപ്പ് പൂർത്തിയാവുന്നവരെ മണ്ഡലത്തിൽ ഡ്രൈ ഡേ ആണ്. അത് ഏതാണ്ട് 7 മണി വരെ നീളാനുള്ള ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഈ അല്പസമയത്തിനകം തന്നെ പാമ്പാടിയിലെ 116ാമത്തെ ബൂത്തിൽ GVHSൽ NDA സ്ഥാനാർത്ഥി കെ ബാലകൃഷ്ണൻ വോട്ട് ചെയ്യും. അതിനു മുൻപായിട്ട് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ചേലക്കരയിലെ ബാലകൃഷ്ണൻ സാധാരണക്കാർക്ക് ബാലേട്ടനായ കെ ബാലകൃഷ്ണന് പറയാനുള്ളത്. ഒപ്പം അദ്ദേഹത്തിൻ്റെ മുഖത്തെ ചിരി തന്നെ നമുക്ക് കണ്ടാൽ അറിയാം. ഇത്രയും ദിവസത്തെ ശക്തമായ പ്രചരണം അതിന് ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഫലം ഉണ്ടാകും എന്ന് തന്നെ.
തീർച്ചയായിട്ടും അദ്ദേഹം അല്പസമയം മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ പറഞ്ഞത് 10,000 വോട്ടുകൾക്ക് അപ്പുറത്തേക്ക് ഭൂരിപക്ഷത്തിൽ BJP വിജയിക്കും, 50,000-ലധികം വോട്ടുകൾ BJP മണ്ഡലത്തിൽ പിടിക്കുമെന്ന് തന്നെയാണ്. പക്ഷേ അദ്ദേഹം വളരെ ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് അത്തരം കണക്കുകൾ പറയുമ്പോൾ. നമ്മൾ കണക്കെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ BJPയുടെ ആത്മവിശ്വാസത്തിൽ കഴമ്പുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് ചരിത്രം ഇവിടുത്തെ പരിശോധിക്കുകയാണെങ്കിൽ പരമ്പരാഗതമായി ഒരു ഇടതുപക്ഷ മണ്ഡലമാണ് ചേലക്കര എന്ന് പറയുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ടായി ഇടതുപക്ഷം തുടർച്ചയായി ഭരിക്കുന്ന ഒരു മണ്ഡലം, അതിനു മുൻപ് കോൺഗ്രസ് ഭരിച്ചിരുന്ന ഒരു മണ്ഡലം. പക്ഷേ 2011 മുതൽ ക്രമാനുഗതമായിട്ടുള്ള ഒരു വോട്ട് വർധനവ് BJPക്ക് ഇവിടെ ഉണ്ട്. പ്രത്യേകിച്ച് 2011 7,900 വോട്ടുണ്ടായിരുന്ന BJP 2021 എത്തുമ്പോൾ അത് 24,000 ഉയർത്തുന്നു. അതായത് 3 ഇരട്ടിയായി 10 വർഷം കൊണ്ട്. എന്തായാലും ചേലക്കരയിലെ NDA സ്ഥാനാർത്ഥി ആദ്യം തന്നെ വോട്ട് രേഖപ്പെടുത്തുന്നതിനായിട്ട് നിൽക്കുന്ന കാഴ്ചകളാണ് കാണാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ 7 മണിക്കാണ് വോട്ടെടുപ്പ് ആരംഭിക്കേണ്ടത്. എന്തോ അവിടെ എന്ത് ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് തോന്നുന്നത്. ഇനി നമുക്ക് മണ്ഡലത്തില് 2,13,000 വോട്ടർമാരാണ് ഉള്ളത്. മണ്ഡലത്തിൽ 9 പഞ്ചായത്തുകളിലായി 180 പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആനന്ദ്. ആനന്ദിന് ഇന്ന് വിശ്രമമില്ലാത്ത ദിവസമാണ്. കാരണം ഇനി പോളിംഗ് അവസാനിക്കും വരെ ആനന്ദിനും മനസ്സമാധാനമില്ല. കാര്യം എല്ലായിടത്തും ഓടിയെത്തണം.